ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് റൈറ്റിംഗ് ടാസ്ക് 1 അക്കാഡമിക് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതായത് ഓറിയൻറ്റേഷൻ വീഡിയോയിൽ റൈറ്റിംഗ് മോഡ്യൂൾ എങ്ങനെയാണെന്നെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. 2 ടാസ്ക് ഉണ്ടായിരിക്കും. ടാസ്ക് 1 എന്ന് പറയുന്നത് ഒരു ഗ്രാഫ് റെപ്രസെൻറ്റേഷൻ എക്സ്പാൻഡ് ചെയ്ത് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്, എക്സ്പാൻഡ് ചെയ്ത് എഴുതലാണ്. അതേപോലെ ടാസ്ക് 2 എന്ന് പറയുന്നത് എസ്സേ റൈറ്റിംഗ് ആണ്. ടാസ്ക് 1 150 വേർഡ്സ് മിനിമം എഴുതണം, ടാസ്ക് 2 250 വേർഡ്സ് മിനിമം എഴുതണം. രണ്ടും കൂടിയിട്ട് 1 അവറാണ് കിട്ടുകയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനകത്തെ ടാസ്ക് 1ൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടാസ്ക് 1 അക്കാഡമിക് graph representations report writing. Okay, so let's first see what are the different kind of graphical representation that you might see in task 1. Pie chart, map, process diagram, line graph, bar graph, table. ഇതുകൂടാതെ ചില ഗ്രാഫ്സിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഫ്യൂച്ചർ കാണിക്കുന്ന പോലത്തെ ഫ്യൂച്ചർ ഇയേഴ്സ് ഒക്കെ തന്നിട്ട് ചോദിക്കാം. അത് ഒരു സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കോമ്പിനേഷൻസ്, ഇതിലെ ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ, പൈ ചാർട്ടും മാപ്പും അല്ലെങ്കിൽ ലൈൻ ഗ്രാഫും ബാർ ഗ്രാഫും അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻസ്, അതും ഒരു കാറ്റഗറിയാണ്. പിന്നെ ഈ ബാർ ഗ്രാഫിൽ തന്നെ സാധാരണ ബാർ ഗ്രാഫ് നമുക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്, ബാർസ് ഉണ്ടായിരിക്കും. പക്ഷെ ചില ബാർ ഗ്രാഫിൽ ഈ ബാർ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് നമുക്ക് വേണമെങ്കിൽ കോളം ചാർട്ട് എന്നൊക്കെ പറയാം. ആ ഒരു കാറ്റഗറിയും കൂടി ഉണ്ട്. അത് സെപ്പറേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും അതും ഒരു സബ് ഡിവിഷനാണ് അതിൻ്റെ. സോ ഇത്രയുമാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. സോ ഇതിനകത്ത് ഓരോന്നിൻ്റെയും ഓരോരോ എക്സാമ്പിൾ വീതം നമ്മൾ ഡീറ്റെയിലായി ഡിസ്കസ് ചെയ്യും. ഓരോന്നിനും വേണ്ട വൊക്കാബുലറിയും ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ടും വൊക്കാബുലറിയും അതിന് വേണ്ടുന്ന സെൻറ്റൻസ് സ്ട്രക്ചേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ എങ്ങനെയാണ് ഗ്രാഫ്സ് എഴുതേണ്ടത്, അതിൻ്റെ സ്ട്രക്ചർ. 4 പാരഗ്രാഫ്സ് വേണം. അതിൽ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനെ പാരാഫ്രേസ് ചെയ്ത് എഴുതാം. എന്താണ് പാരാഫ്രേസിങ്? നമ്മുടെ തന്നെ വേർഡ്സിൽ ക്വസ്റ്റ്യനെ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നതിനെയാണ് പാരാഫ്രേസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രെയിമിങ് ദ ക്വസ്റ്റ്യൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. സോ എല്ലാ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അവിടെ തന്നിട്ടുള്ളതിനും ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ലൈൻ തന്നിട്ടുണ്ടായിരിക്കും. ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പോലെ ഒരു ക്വസ്റ്റ്യൻ ലൈൻ തന്നിട്ടുണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻ ലൈനിനെ നമ്മൾ നമ്മുടേതായിട്ടുള്ള വേർഡ്സിൽ എഴുതാം. ആ ഹെഡിങ്സും ചിലപ്പോൾ പിക്ചേഴ്സിന് ഹെഡിങ്സ് ഉണ്ടായിരിക്കുമല്ലോ, ആ ഹെഡിങ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പാരാഫ്രേസ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ ചെയ്യേണ്ടത്. സെക്കൻഡ് പാരഗ്രാഫ് നമുക്ക് ഓവറോൾ പാരഗ്രാഫ് എന്ന് പറഞ്ഞ് വിളിക്കാം. അപ്പോൾ ഈ പാരഗ്രാഫിൽ ചെയ്യേണ്ടത് 2 or 3 സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ് ഓഫ് ദ ഗ്രാഫ് വിത്തൗട്ട് ടേക്കിംഗ് ഫിഗേഴ്സ് വി ഷുഡ് ബി എക്സ്പ്ലെയിനിങ്. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫിൽ വി ഷുഡ് ബി എക്സ്പ്ലെയിനിങ് 2 or 3 സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ് ഓഫ് ദി ഗ്രാഫ് വിത്തൗട്ട് ടേക്കിംഗ് ഫിഗേഴ്സ്. ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സ് ആക്സിസിലെ ഫിഗേഴ്സ് പറഞ്ഞെന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ വൈ ആക്സിസിലെ വാല്യൂസ്, എക്സും വൈയും ഏതാണ്? ഒരു ഗ്രാഫ് എങ്ങനെയുണ്ടെങ്കിൽ ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഇപ്പോൾ ഇവിടെ വല്ല ഇയറൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞെന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ വൈ ആക്സിസിലെ വാല്യൂസ് പറയണ്ട ഓവറോളിൽ. ഇനി ഈ പാരഗ്രാഫ് എപ്പോഴും ഓവറോൾ ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് എന്നും പറഞ്ഞിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഈ പാരഗ്രാഫ് എപ്പോഴും ഓവറോൾ ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് എന്നുള്ള രീതിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവറോൾ എന്ന് പറഞ്ഞുള്ള വേർഡ് ഇട്ടിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മെയിനായിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺക്ലൂഷൻ പാരഗ്രാഫിൻ്റെ പർപ്പസാണ് സെർവ് ചെയ്യണത്. നമുക്ക് ഈ ടാസ്ക് 1 സെപ്പറേറ്റ് കൺക്ലൂഷൻ പാരഗ്രാഫ് എഴുതില്ല. ഓക്കെ, സെപ്പറേറ്റ് കൺക്ലൂഷൻ പാരഗ്രാഫ് ടാസ്ക് 1 എഴുതില്ല. കൺക്ലൂഷനിൽ നമ്മൾ എന്ത് എഴുതാൻ ഉദ്ദേശിക്കുന്നോ അതെല്ലാം നമ്മൾ ഓവറോൾ പാരഗ്രാഫിലാണ് എഴുതുന്നത്. ഓക്കെ, ഇനി ഈ ഇൻട്രൊഡക്ഷൻ തീരെ ഒരു ലൈനേ ഉള്ളൂ, ഓവറോളും ഒരു ലൈനേ ഉള്ളൂ എന്നാണെങ്കിൽ നമുക്കിത് രണ്ടും ക്ലബ് ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഓക്കെ, ചിലർ അങ്ങനെ ചെയ്യാറുണ്ട്, ഓവറോളും ഇൻട്രൊഡക്ഷനും ക്ലബ് ചെയ്ത് എഴുതും. സോ ബിക്കോസ് if both those paragraphs are too small you can club them.
നെക്സ്റ്റ് ഇസ് ഡീറ്റെയിൽ അനാലിസിസ്. ഇവിടെ നമ്മൾ 2 പാരഗ്രാഫ് എഴുതും, ബോഡി പാരഗ്രാഫ് 1 ആൻഡ് ബോഡി പാരഗ്രാഫ് 2. ഓക്കെ, അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് എഴുതണം. അതായത് ഗ്രാഫിലുള്ളത് എന്താണോ അത് വിത്ത് ഫിഗേഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം ഡീറ്റെയിൽഡായിട്ട്. നമ്മൾ ബോഡി പാരഗ്രാഫ് 1ഉം ബോഡി പാരഗ്രാഫ് 2ഉം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരു ലോജിക്ക് പ്രകാരം സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ 4 കൺട്രീസ് വന്നിട്ടുണ്ട്, UK, USA, കാനഡ, ബ്രിട്ടൻ അല്ല, UK, USA, കാനഡ, ഇന്ത്യ. 4 കൺട്രീസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു 2 കൺട്രീസ് നമുക്ക് ഒരു പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, വേറെ 2 കൺട്രീസ് നെക്സ്റ്റ് പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഒരു ലോജിക്ക് വെച്ചിട്ട് വേണം സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്. ഇനോർഗനൈസ്ഡ് ആയിട്ട് തോന്നരുത് വായിക്കുന്ന ആൾക്ക്. ഓക്കെ, അതുപോലെ ഫിഗേഴ്സ് എഴുതാമെന്ന് ഞാൻ പറഞ്ഞു ഈ ഡീറ്റെയിൽ അനാലിസിസിൽ. പക്ഷെ അത് ഫിഗേഴ്സ് ഓവർലോഡ് ചെയ്ത് കൊണ്ടുവരരുത്. ഒരുപാട് ഫിഗേഴ്സ് ചെയ്യേണ്ട കാര്യമില്ല, ഒരു 3-4 ഫിഗേഴ്സൊക്കെ മതിയാവും ഈ പാരഗ്രാഫിൽ, ഓവറോൾ പാരയല്ല, ഈ ബോഡി പാരഗ്രാഫിൽ. ഓക്കെ, ഓവറോൾ പാരയിൽ ഫിഗേഴ്സേ പാടില്ല. ബോഡി പാരഗ്രാഫ്, ഈച്ച് ബോഡി 2 ബോഡി പാരഗ്രാഫ് ഉണ്ട്, അതിൽ ഓരോന്നിലും 3-4 ഫിഗേഴ്സ് വീതം മതിയാവും. ഇനി അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സിഗ്നൽ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യും. അതെന്താണെന്ന് നമുക്ക് ഇനി കാണാം. സിഗ്നൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്യാണ്, അവർക്കൊരു ഐഡിയ കൊടുക്കുകയാണ് നമ്മൾ ആ പാരഗ്രാഫ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തേക്കണേന്നുള്ളത്. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസിനെയാണ് സിഗ്നൽ എക്സ്പ്രഷൻസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. അതിനു മുൻപ് സെൻറ്റൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ലൈൻ, അതായത് ഇൻട്രൊഡക്ഷൻ പാര. ഇൻട്രൊഡക്ഷൻ പാര എപ്പോഴും ദ ഗിവൺ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ദ ഗിവൺ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ, ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് പാരഗ്രാഫ്, ലൈൻ ഗ്രാഫ്, ടേബിൾ, പൈ ചാർട്ട് എന്നൊക്കെ എഴുതാം. അതിനുശേഷം ഇങ്ങനത്തെ ഒരു വേർഡ് ഇടുക, ഇൻഡിക്കേറ്റ്സ്, കമ്പയർസ്, ഡിലിനിയേറ്റ്സ്, റിഫ്ലെക്ട്സ്, റെപ്രസെൻറ്റ്സ്, സജസ്റ്റ്, ഡീറ്റെയിൽസ്, ഒരുപാട് വേർഡ്സ് ഉണ്ട് അങ്ങനത്തെ. അതിലേതെങ്കിലും ഒരു വേർഡ് ഇടുക. എന്നിട്ട് ഡാറ്റ റിഗാർഡിങ് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷൻ അബൌട്ട് അങ്ങനെ ഒരു വേർഡ് ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഉള്ളത് പാരാഫ്രേസിംഗ് ആണ്, ക്വസ്റ്റ്യൻ ലൈന് പാരാഫ്രേസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വേണം എല്ലാ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫും സ്റ്റാർട്ട് ചെയ്യാൻ. എബവ് ബിലോ എന്നൊന്നും എഴുതരുത്, കാരണം നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ആൻസർ ചെയ്യുന്നതിൻ്റെ എബവോ ബിലോവോ പിക്ചർ ഇല്ല. അപ്പോൾ നമ്മൾ എബവ് ബിലോ എന്ന് എഴുതരുത്, ഗിവൺ എഴുതിയാൽ മതിയോ. അല്ലെങ്കിൽ പിന്നെ ഒന്നും എഴുതാൻ നിൽക്കരുത്, ഇങ്ങനെ ദ പാരഗ്രാഫ് ഇൻഡസ്ട്രീസ് അങ്ങനെ വേണം, അങ്ങനെ ഡയറക്റ്റായിട്ട് എഴുതണം. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സിഗ്നൽ എക്സ്പ്രഷൻ. ബോഡി പാരാഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാൻ യൂസ് ചെയ്യണത്. As per the given table, coming to, according to, considering the, as far as the dash is concerned, with regards to, in regards to, as regards, with respect to, in the case of, in terms of, as can be seen from the diagram, as shown in the pie chart. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ സിഗ്നൽ എക്സ്പ്രഷൻ എന്ന് പറയാം. So, coming to the figures of Canada, according to the numbers of USA, considering the case of UK, അങ്ങനെ പറഞ്ഞ് എഴുതേണ്ടി വരും ഓരോ പാരഗ്രാഫിൻ്റെ സ്റ്റാർട്ടിങ്ങിലും. അതിലെന്താണോ ഉള്ളത്, ആ പാരഗ്രാഫിൽ എന്താണോ ഉള്ളത് എന്നുള്ളത് ഈ ഒരു വേർഡ് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു 2-3 വാക്ക് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവണം. അതിനെയാണ് സിഗ്നൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ബോഡി പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആണ്. ഇനി നമുക്ക് ഓരോ സ്പെസിഫിക് ടൈപ്പ് ഓഫ് പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനിലും, അതായത് മാപ്സ്, ടേബിൾ, പൈ ചാർട്ട്, ഓരോന്നിലും ഓരോ പ്രത്യേകതരം ടാസ്ക് 1ലും യൂസ് ചെയ്യാവുന്ന വൊക്കാബുലറി കാണാം. ഫസ്റ്റ് മാപ്സിൽ യൂസ് ചെയ്യുന്ന വൊക്കാബുലറി, X was replaced by Y. റീപ്ലേസ്ഡിന് പകരം നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? turned into, built in the place of, transformed into, converted into, set up in the place of, cleared for constructing or building, demolished. demolished പറഞ്ഞാൽ എന്താണ്? pull down, knock down എന്നൊക്കെ പറഞ്ഞാൽ സെയിം മീനിങ് ആണ്, ഡിസ്ട്രക്റ്റഡ്. taken over by, kept intact. intact പറഞ്ഞാൽ എന്താണ്? INTACT.
ഇൻടാക്ട് എന്ന് പറഞ്ഞാൽ ഡാമേജ് ഒന്നും ഇല്ലാതെ നമ്മൾ കാത്തു സൂക്ഷിക്കാന്ന് പറയില്ലേ. അതായത് ആരും ഇപ്പം ദ ബിൽഡിംഗ് വാസ് കെപ്റ്റ് ഇൻടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അത് പ്രിസർവ് ചെയ്തു എന്നുള്ള മീനിങ് ആണ്. ആരും അതിന് ഒരു തരത്തിലുള്ള ഡാമേജും ഉണ്ടാക്കാൻ അനുവദിക്കാത്ത രീതിയിൽ അതിനെ പ്രിസർവ് ചെയ്തു. കെപ്റ്റ് ആസ് സച്ച് സെയിം മീനിങ് ആണ്. റിലേറ്റീവ്ലി അൺടച്ച്ഡ് അതും സെയിം മീനിങ്. ദെൻ എക്സ് ഗേവ് വേ ടു വൈ, എക്സ് മെയ്ഡ് വേ ഫോർ വൈ. ഓക്കെ, ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് വൊക്കാബുലറി നമുക്ക് മാപ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി മാപ്സിൽ നമ്മൾ ഡയറക്ഷൻസ് പറയേണ്ടി വരും. അപ്പോൾ ഡയറക്ഷൻ നമുക്ക് പലതരത്തിൽ പറയാം. ഒന്ന് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അതിൻ്റെ കൂട്ടത്തിൽ നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്, ഈ ഡയറക്ഷൻസും വെച്ചിട്ടും നമുക്ക് മാപ്പിൽ ഡയറക്ഷൻ പറയും. ഇൻ ദ നോർത്ത് ഈസ്റ്റ് ദർ വാസ് എ ഫാം. In the west direction there was a library, like that. Okay, the river flows from north of the city to its southwest. ഈ രീതിക്ക് നമുക്ക് മാപ്പ് ഡിസ്ക്രൈബ് ചെയ്യാം. അടുത്ത മെത്തേഡ് റൈറ്റ് ലെഫ്റ്റ്. റൈറ്റ് സൈഡ് ഓഫ് ദ ബിൽഡിംഗ് there is a car park. അടുത്തത് ബിഫോർ ആഫ്റ്റർ. there is a museum after the auditorium when we move in the northern direction. when there is a museum after the auditorium, അതായത് ഓഡിറ്റോറിയം ആണ് ഫസ്റ്റ് വരുന്നത്, പിന്നെയാണ് മ്യൂസിയം വരുന്നത്. ഓക്കെ, നോർത്തേൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ, നോർത്തേൺ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന ബിൽഡിംഗ് ആണ് ഓഡിറ്റോറിയം. ദർ ഈസ് എ മ്യൂസിയം ആഫ്റ്റർ ദി ഓഡിറ്റോറിയം. അപ്പോൾ മ്യൂസിയം അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇങ്ങനെയായിരിക്കും ഗ്രാഫ് ഉണ്ടാവുക. ഓക്കെ, അത് വേറെ യൂസേജ് ഡയറക്ഷൻസ് പറയാനുള്ള വേറെ മെത്തേഡാണ് ഫ്രേസസ് അല്ലെങ്കിൽ പ്രൊപ്പോസിഷൻസ് ഒക്കെ വെച്ചിട്ട്. ബിസൈഡ്സ്, adjacent to, near to, next to, in the middle of, in between, opposite to, in front of, at the back of. ഇനിയും ഒരുപാട് വേറെയുമുണ്ട്. അറൗണ്ട്, എലോങ് സൈഡ്, പിന്നെ വേറെ എന്തൊക്കെയാണ് പറയാൻ പറ്റുക, across, down the lane, down the street, far end of the road, dead end of the road, top of the top, bottom, corner, above, below, under, over, up. ഇങ്ങനെ പല ഫ്രേസസ് യൂസ് ചെയ്തിട്ടും പ്രപ്പോസിഷൻസ് യൂസ് ചെയ്തിട്ടും നമുക്ക് ഡയറക്ഷൻസ് പറയാം. ഇത് ലിസണിങ്ങിലും യൂസ്ഫുൾ ആണ് കേട്ടോ, ഈ ഡയറക്ഷൻസിൻ്റെ കാര്യം. മാപ്സ് വരുമ്പോൾ അവിടെ ലിസണിങ്ങിലെ മാപ്സിലും നമ്മളിങ്ങനെ തന്നെയാണ് അതിൻ്റെ ടിപ്സ് പറയുന്നത്. ഇനി അടുത്തത് പ്രോസസ് ഡയഗ്രാം. പ്രോസസ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് മാപ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ മാപ്സിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്ലേസോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ തന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പണ്ടത്തെ അവസ്ഥ നമ്മൾ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈം മാത്രമുള്ളത്, ചിലപ്പോൾ ഫ്യൂച്ചർ ടൈമുള്ളത്, ഫ്യൂച്ചർ എങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്ന ആ ബിൽഡിങ്, അങ്ങനെ കമ്പയർ ചെയ്യാനും പറയും. ഓക്കെ, അതാണ് മാപ്സിൻ്റെ എക്സാമ്പിൾ വരുന്നത്. ഇനി അടുത്തത് വരുന്നത് പ്രോസസ് ഡയഗ്രാം ആണ്. പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് എ ലെതർ പ്രോഡക്റ്റ് ഓർ പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് എ ബ്രിക്ക്. അങ്ങനെ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അവർ ആരോ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് നമ്മൾ ആനിമൽ സ്കിൻ എടുത്ത് ഡ്രൈ ചെയ്യണം സണ്ണിൻ്റെ ഇതിൽ ഹീറ്റിൽ. എന്നിട്ട് അത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുക ഫാക്ടറിയിലോട്ട്. ഫാക്ടറിയിൽ നിന്ന് അത് ആ ഫാക്ടറിയിൽ അത് സോക്ക് ചെയ്യും, വാഷ് ചെയ്യും ഫസ്റ്റ്, പിന്നെ അതിനെ സോക്ക് ചെയ്യും, പിന്നെ അതിനെ ഫ്ലാറ്റൻ ചെയ്യും, അതിനുശേഷം അതിനെ പോളിഷ് ചെയ്യും. അങ്ങനെ നമുക്ക് ലെതർ പ്രോഡക്റ്റ് കിട്ടും. ഇതൊരു എക്സാമ്പിളാണ്. അങ്ങനത്തെ ഒരു പ്രോസസ് ഡയഗ്രാം, ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ പ്രോസസ് ഡയഗ്രത്തിൽ ചില കേസിൽ ഒരു സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് അവർ പറയും. പ്രോസസ് ഡയഗ്രാം ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്, അതായത് ഫസ്റ്റ് നമ്മൾ
ഒരു വാട്ടർ ക്ലോക്ക് ഫോർ എക്സാമ്പിൾ, ഒരു വാട്ടർ ക്ലോക്ക് ആണ് അവർ പ്രോസസ്സ്. വാട്ടർ ക്ലോക്ക് എങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്നുള്ളതിൻ്റെ പ്രോസസ്സാണ് അവർ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്ടർ ക്ലോക്കിൻ്റെ കൺസ്ട്രക്ഷൻ അവർ ആദ്യം പറയും. ആദ്യം കാണിച്ചിട്ടുണ്ടാവും, പറയാൽ അവർ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ബോട്ടിൽ താഴെ ഇരിക്കുന്നു, അതിന് മുകളിൽ വേറൊരു ബോട്ടിലിരിക്കുന്നു, പിന്നെ ഒരു പൈപ്പിൻ്റെ അടിയിലാണ് അത് വെച്ചേക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു പിക്ചർ അവർ കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പാരഗ്രാഫ് നമ്മൾ അലോട്ട് ചെയ്യുക. ബോഡി പാരഗ്രാഫിൽ ഒരു പാരഗ്രാഫ് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് പറയാനായിട്ട് അലോട്ട് ചെയ്യാം, എന്നിട്ട് രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ പ്രോസസ്സ് പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേർഡ് കൗണ്ട് സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടില്ല. ഓക്കെ, സോ ബോഡി പാര 1 നമുക്ക് 4 പാര ഉണ്ടല്ലോ. ഏതൊക്കെയാണ് 4 പാര? ഇൻട്രോ, ഓവറോൾ, ബോഡി പാര 1, ബോഡി പാര 2. അപ്പോൾ അറേഞ്ച്മെൻറ്റ് ഉള്ളിടത്താണെങ്കിൽ അറേഞ്ച്മെൻറ്റ് ബോഡി പാര 1 പറയാം, എന്നിട്ട് മാത്രം പ്രോസസ്സ് പറയാം. ഇനി പ്രോസസ് ഡയഗ്രാം ഡിസ്ക്രൈബ് ചെയ്യാൻ നേരത്ത് നമുക്ക് വേർഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, പ്രോസസ് ഡയഗ്രാം എഴുതാൻ നേരത്ത് പലർക്കുള്ള പ്രശ്നം ഇനഫ് വേർഡ് കൗണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. 150 എത്താൻ ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് പറഞ്ഞു തീരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓവറോൾ പാരയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ്, ഡ്യൂറേഷൻ ഓഫ് ദ പ്രോസസ്, നെയിം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്, raw material used for the production, whether it is an artificial or natural process, whether it is a complex or simple process. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഓവറോൾ പാരയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് പ്രോസസ്സ് ആസ് സച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണ നേരത്ത് അതിനൊരു സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും പോകുന്ന പ്രോസസ്സ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വൊക്കാബുലറി യൂസ് ചെയ്യാം. ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് then, afterwards, subsequently, later, in the next stage, next step is, following which, after which, followed by, after, before, ഇങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള വൊക്കാബുലറി നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും പ്രോസസ് ഡയഗ്രത്തിൻ്റെ സീക്വൻസ് പറയാനായിട്ട്. ഓക്കെ, ഇനി ഏതെങ്കിലും പ്രോസസ്സ് 2 എണ്ണം ഒരേ സമയം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യാവുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? സൈമൾട്ടേനിയസ്ലി, മീൻ വൈൽ, ഇൻ ദ മീൻ ടൈം. ഓക്കെ, പ്രോസസ് ഡയഗ്രത്തിൽ നമ്മൾ സാധാരണഗതിയിൽ കൂടുതൽ സെൻറ്റൻസസും പാസീവ് വോയിസിലായിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മൾ ടെൻസ് പറയുമ്പോൾ, അതായത് പ്രോസസ് ഡയഗ്രത്തിൽ ടെൻസ്, പാസീവ് വോയിസ്, അതുപോലെ എസ്സേയിലൊക്കെ സിമ്പിൾ പ്രസൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാ സെൻറ്റൻസും പാസീവിലാണ് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അത് നമ്മൾ എഴുതി പിടിപ്പിക്കുന്ന രീതി അനുസരിച്ചിരിക്കും. പക്ഷെ മോസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ് നമ്മൾ പറയേണ്ടത് പാസീവിലായിരിക്കും. എന്താണ് ഈ പാസീവ് ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറയാണ് മേരി റൈറ്റ്സ് എ ലെറ്റർ. ഇത് തന്നെ തിരിച്ച് പറയാണ്, എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ മേരി. ഇതിൽ ഫസ്റ്റ് സെൻറ്റൻസ് ആക്റ്റീവാണ്, സെക്കൻഡ് സെൻറ്റൻസ് പാസീവാണ്. അതായത് നമ്മൾ മലയാളത്തിൽ പറയുവാണെങ്കിൽ മേരി റൈറ്റ്സ് എ ലെറ്റർ, മേരി ഒരു ലെറ്റർ എഴുതുന്നു, സാധാരണ രീതിയിൽ പറയുന്നതിനെയാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയാം. ഇനി അത് തിരിച്ച് പറയാം, മേരിയാൽ ഒരു ലെറ്റർ എഴുതപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാസീവായി. അത് കുറച്ചും കൂടി പോളിഷ്ഡ് വേ ഓഫ് സേയിങ് ആണ്, അല്ലേ? ആൽ, മേരിയാൽ, ആൽ, അതുപോലെ എഴുതപ്പെട്ടു, പെട്ടിരുന്നു, പെടുന്നു എന്നൊക്കെ പറയുന്ന ആ പേ എന്നുള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ, അത് മലയാളത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പാസീവാണ്. അപ്പോൾ ആ സൗണ്ട് കൊടുക്കുന്നത് ഈ ബൈ എന്നുള്ള ടേമാണ്. ഓക്കെ, അപ്പോൾ ബൈ ഉള്ള സെൻറ്റൻസുകൾ, ഒരുവിധം സെൻറ്റൻസുകളെല്ലാം തന്നെ പാസീവിലായിരിക്കും പറയണത്. ഇനി പ്രോസസ് ഡയഗ്രത്തിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ വാട്ടർ ഈസ് മിക്സ്ഡ് വിത്ത് ദ സാൻഡ്. ഓക്കെ, ദ വാട്ടർ ഈസ് മിക്സ്ഡ് വിത്ത് ദ സാൻഡ് ബൈ ഫാക്ടറി വർക്കേഴ്സ്. ഓക്കെ, ബൈ ഫാക്ടറി വർക്കേഴ്സ്. അപ്പോൾ എന്താണ്, ഇതൊരു ആര് ചെയ്യുന്നു എന്നുള്ളത് അവസാനമാണ് വരുന്നത് സെൻറ്റൻസിൻ്റെ. അപ്പോൾ അത് പാസീവിലാണ് വരിക സെൻറ്റൻസ്, അവിടെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇത് ഫാക്ടറി വർക്കേഴ്സിനാൽ വാട്ടർ സാൻഡുമായിട്ട് മിക്സ് ചെയ്യപ്പെടുന്നു. പക്ഷേ പാസീവ് വോയിസിലേക്ക് നമ്മൾ പോകാൻ കാരണം, പ്രോസസ് ഡയഗ്രത്തിലെ പാസീവ് വോയിസിലേക്ക് പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അവിടെ ഈ ബൈയുടെ യൂസേജിൽ നമുക്ക് റിലാക്സേഷൻ ഉണ്ട്. ബൈ നമുക്ക് യൂസ് ചെയ്യണമെന്നില്ല. ബൈ യൂസ് ചെയ്തില്ലെങ്കിലും നമുക്ക് നമ്മുടെ മീനിങ് കൺവേ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പ്രോസസ് ഡയഗ്രാം വരുമ്പോൾ ഫാക്ടറി വർക്കേഴ്സ് ആര് ചെയ്യുന്നു എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ടാണ് പ്രോസസ് ഡയഗ്രാംസ് വരുമ്പോൾ നമ്മൾ പാസീവിലോട്ട് എഴുതുന്നത്. ദ വാട്ടർ ഈസ് മിക്സ്ഡ് വിത്ത് ദ സാൻഡ് അത്രയും പറഞ്ഞാൽ മതി. അത് ആരാൽ ചെയ്യപ്പെടുന്നു എന്നുള്ളതിന് നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല അവിടെ. അപ്പോൾ ഒരു പ്രവൃത്തി ആരാണ് ചെയ്യുന്നത് എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ സാധാരണഗതിയിൽ പാസീവ് വേയിലോട്ട് എഴുതുന്നത്. ഓക്കെ, ലെറ്റർ ഈസ് റിട്ടൺ ബൈ മേരി എന്നുള്ളതിന് പ്രസക്തി ഇല്ല ആക്ച്വലി. അത് എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഒരുപോലെയാണ്, പാസീവ് തന്നെയാണത്. ഓക്കെ, ഇനി പാസീവിൻ്റെ ഫോർമാറ്റ് എന്താണ്? ഇപ്പോൾ ആക്റ്റീവിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾ പ്രസൻറ്റ് ആക്റ്റീവ് ആണെങ്കിൽ റൈറ്റ്, അതിൻ്റെ കൂടെ നമുക്ക് ചിലപ്പോൾ എസ് ഇടും, ചിലപ്പോൾ എസ് ഇടില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എസ് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെയാണെങ്കിലോ ലെറ്റർ ഈസ് റിട്ടേൺ, ഇവിടെ ഈസ് മിക്സ്ഡ്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എന്തായിരിക്കും? നമ്മൾ ഈസ്, ആം, ആർ ഇതിലേതെങ്കിലും ഒന്ന് ഫസ്റ്റ് യൂസ് ചെയ്യും, അതിൻ്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യും. അതാണ് പാസീവിലെ സിമ്പിൾ പ്രസൻറ്റ് പാസീവിൻ്റെ വെർബ് ഫോർമാറ്റ്. സിമ്പിൾ പ്രസൻറ്റ് പാസീവിൻ്റെ വെർബ് ഫോർമാറ്റ് ഇതാണ്, ഈസ്, ആം, ആർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ മിക്കവാറും പാസീവ് വോയിസിലായിരിക്കും പ്രോസസ് ഡയഗ്രത്തിലുള്ള സെൻറ്റൻസുകൾ വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റൻസിൻ്റെ വെർബ് ഫോർമാറ്റ് ഈ ഫോർമാറ്റിലായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ടെൻസസ് പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് അതിൻ്റെ ഫോർമാറ്റ്, ഓരോ ടെൻസിനും ഓരോ ഫോർമാറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ടെൻസിന് നമ്മൾ ഈ ഫോർമാറ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യം അതിൻ്റെ ആപ്ലിക്കേഷൻ, അത് ഏത് ടെൻസ് എവിടെ യൂസ് ചെയ്യണമെന്ന് അറിയണം. ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ ടെൻസസ് പെർഫെക്റ്റായി. അപ്പോൾ നമുക്ക് ടെൻസസ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയമില്ല, അത് നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ ഇത് പ്രോസസ് ഡയഗ്രത്തിലെ ബേസിക് ആയിട്ടുള്ള ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് പാസീവ് വോയിസ് ആയിരിക്കും. എന്ന് വിചാരിച്ച് എല്ലാ സെൻറ്റൻസും അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ശരിയാവണമെന്നില്ല. കൂടുതൽ സെൻറ്റൻസും അങ്ങനെയായിരിക്കും വരിക. അത് നിങ്ങൾ മീനിങ് നോക്കണം, ഏത് ടൈപ്പിലാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ് പോകുന്നത്. ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ, ആ ആക്ഷൻ ചെയ്യുന്ന ആളുടെ പേര് അവസാനമാണ് വന്നേക്കുന്നതെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ അത് പറഞ്ഞിട്ടില്ല, അവസാനമാണ് വരേണ്ടിയിരുന്നത് പക്ഷെ പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ രണ്ട് കേസിൽ മാത്രമാണ് അത് പാസീവ് വോയിസിലോട്ട് എഴുതാൻ പാടുള്ളൂ. അതായത് ഈ ഫോർമാറ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് പൈ ചാർട്ടിൽ യൂസ് ചെയ്യുന്ന വൊക്കാബുലറി കാണാം. പൈ ചാർട്ടിൽ നമുക്ക് അറിയാം പെർസെൻറ്റേജ് ആയിരിക്കും വരുന്നത് അല്ലേ. പൈ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സർക്കിൾ ഡയഗ്രാം എന്നും പറയാം. നമുക്ക് ഒരു സർക്കിൾ ഡയഗ്രത്തിന് ഡിഫറെൻറ്റ് പെർസെൻറ്റേജിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. 10%, 25%, 20% എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഡിവിഷൻ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അത് ടോട്ടൽ ചെയ്ത് വരുമ്പോൾ എത്ര കിട്ടണം? 100 കിട്ടണം. പെർസെൻറ്റേജ് ടോട്ടൽ ചെയ്ത് വരുമ്പോൾ 100 ആയിരിക്കും വരുന്നത്. അപ്പോൾ പെർസെൻറ്റേജസ് വരുമ്പോൾ എല്ലാ സമയത്തും നമുക്ക് 10%, 20% എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നതിന് പകരം യൂസ് ചെയ്യാവുന്ന ചില വേർഡ്സ് ഉണ്ട്. 10%-ന് പകരം നമുക്ക് a 10th എന്ന് യൂസ് ചെയ്യാം. 20%-ന് വരെ 5th എന്ന് യൂസ് ചെയ്യാം. 25%-ന് വരെ ക്വാർട്ടർ. 33%-ന് പകരം a third. 50%-ന് പകരം a half. 66-67%-ന് പകരം 2/3. 75%-ന് പകരം 3/4. ഒരു വലിയൊരു പെർസെൻറ്റേജ് ആണെന്ന്, ഗ്രേറ്റർ ദാൻ 80 ഒക്കെ ആണെങ്കിൽ മാമോത്ത് പ്രൊപ്പോർഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി ടൈം തന്നിട്ടുണ്ട്. അതായത് രണ്ട് സർക്കിൾ ഗ്രാഫ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പൈ ചാർട്ട് തന്നിട്ടുണ്ട്. ഒന്ന് 1999, ഒന്ന് 2000. അപ്പോൾ ടൈം തന്നിട്ടുണ്ട് അല്ലേ. ടൈം ബേസ് ചെയ്തിട്ടുള്ള കമ്പാരിസൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനത്തെ വാക്കുകളൊക്കെ യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ എയുടെ പ്രൊപ്പോർഷൻ ഫസ്റ്റ് ഇയറിൽ നിന്ന് സെക്കൻഡ് ഇയറിലേക്ക് വന്നപ്പോൾ അത് പകുതിയായി എന്നെങ്ങനെ പറയും? halved. The proportion of A or the percentage of A halved from 1999 to 2000. ഇനി അത് ഡബിൾ ആയി എങ്ങനെ പറയും? ഇൻക്രീസ് 2-fold അല്ലെങ്കിൽ ഡബിൾഡ്, രണ്ട് തരത്തിലും പറയാം. ട്രിബിൾഡ് അല്ലെങ്കിൽ ഇൻക്രീസ് 3-fold, ക്വാഡ്രപ്പിൾഡ് അല്ലെങ്കിൽ ഇൻക്രീസ് 4-fold, ഇൻക്രീസ് മാനിഫോൾഡ്. മാനിഫോൾഡ് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈംസ് ഇൻക്രീസ് ആയി. ഒരു 4 ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ നമുക്ക് മാനിഫോൾഡ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ചേഞ്ചസ് ഡിനോട്ട് ചെയ്യാനുള്ള വേർഡ്സ്, ഇത് ഏത് ഗ്രാഫിലും യൂസ് ചെയ്യാം. ചേഞ്ചസ് ഡിനോട്ട് ചെയ്യാനുള്ള വേർഡ്സ്, അതായത് ചേഞ്ചസ് പലതരത്തിലാണ് വരിക. 3 തരത്തിലാണ് മെയിനായിട്ട് വരിക. ഒന്ന്
പെട്ടെന്നുള്ള ചേഞ്ച്, പിന്നെ മോഡറേറ്റ് ആയിട്ടുള്ള ചേഞ്ച്, പിന്നെ പതുക്കെയുള്ള ചേഞ്ച്. അപ്പോൾ പെട്ടെന്നുള്ള ചേഞ്ചസിന് യൂസ് ചെയ്യാവുന്ന വേർഡ്സാണ് ഇത്. നമ്മൾ എല്ലാത്തിനും ഒരു 5 സിനോണിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമിലർ മീനിങ് വരുന്ന വേർഡ്സ്, പര്യായങ്ങൾ എന്ന് പറയില്ലേ. അപ്പോൾ എല്ലാത്തിനും ഒരു 5 പര്യായങ്ങളെങ്കിലും പഠിച്ചു വെക്കണം. നമുക്ക് എല്ലാ നേരത്തും സെയിം തന്നെ വേർഡ് റിപ്പീറ്റായി വന്നു കഴിഞ്ഞാൽ സ്കോർ കിട്ടില്ല. ഓക്കെ, പല രീതികളിൽ യൂസ് ചെയ്യാം. റാപ്പിഡ്ലി എന്ന് എല്ലായിടത്തും പറയാതെ പകരം ഡ്രമാറ്റിക്കലി, ഡ്രാസ്റ്റിക്കലി, സ്റ്റീപ്ലി, ക്വിക്ക്ലി, സഡൻലി എന്നൊക്കെ യൂസ് ചെയ്യാം. മോഡറേറ്റ്ലി പറയുന്നതിന് പകരം ഗ്രാജുവലി, ഫെയർലി, ജെന്റ്ലി, മോഡസ്റ്റ്ലി, കൺസിസ്റ്റൻ്റ്ലി, പ്രോഗ്രസീവ്ലി ഒക്കെ യൂസ് ചെയ്യാം. സ്ലൈറ്റ്ലി പറയുന്നതിന് പകരം മൈൽഡ്ലി, മാർജിനലി, ടീഡിയസ്ലി, സ്ലോലി, മിനിമലി എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി ഇതെല്ലാം ഇപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വേർഡ്സ് എല്ലാം തന്നെ ആഡ്വേർബ് ഫോർമാറ്റാണ്. അതെങ്ങനെ മനസ്സിലായത്? എൽ വൈയിൽ അവസാനിക്കുന്നു അല്ലേ? എല്ലാം എൽ വൈയിലാണ് അവസാനിക്കുന്നത്. എൽ വൈയിൽ അവസാനിക്കുന്ന വേർഡ്സ് എല്ലാം ആഡ്വേർബ്സ് ആണ്. ആഡ്വേർബിൻ്റെ മീനിങ് എന്താണ്? അത് വെർബിൻ്റെ വിശേഷണമാണ്, ക്രിയാവിശേഷണം എന്ന് പറയില്ലേ നമ്മൾ മലയാളത്തിൽ. അതിനെ പറയുന്ന ഇംഗ്ലീഷ് വാക്കാണ് ആഡ്വേർബ്. അപ്പോൾ വെർബിനെ വിശേഷിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ആഡ്വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ആഡ്ജക്റ്റീവ് ഫോർമാറ്റ് ഉണ്ട് ഇതിന്. ആഡ്ജക്റ്റീവ് എന്താണ്? ആഡ്ജക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൗണിനെ വിശേഷിപ്പിക്കുന്നു, നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ആഡ്ജക്റ്റീവ് ഫോർമാറ്റ് ഉണ്ട്. ഈ 2 ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഐദർ ആഡ്വേർബ് ഫോർമാറ്റിലോ അല്ലെങ്കിൽ ആഡ്ജക്റ്റീവ് ഫോർമാറ്റിലോ നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നോക്കാം ആഡ്വേർബ് ഫോർമാറ്റ്. ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഇൻക്രീസ്ഡ് ഡ്രമാറ്റിക്കലി. ഇൻക്രീസ്ഡ് എന്നുള്ളതാണ് നമ്മുടെ വെർബ്. ആ വെർബിനെ വിശേഷിപ്പിക്കാൻ എങ്ങനെ ഇൻക്രീസ് ചെയ്തു? ഡ്രമാറ്റിക്കലി ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതിനെ യൂസ് ചെയ്തതാണ് നമ്മുടെ ആഡ്വേർബ്. അപ്പോൾ ഈ ഫോർമാറ്റ് നമ്മൾ യൂസ് ചെയ്തു. ഇവിടെ തന്നിരിക്കുന്ന ഈ ഫോർമാറ്റ്സ് എല്ലാം യൂസ് ചെയ്യാം. ഇനി ഇത് നൗൺ ഫോർമിൽ എങ്ങനെ യൂസ് ചെയ്യും? There was a dramatic increase in the population of India. ഡ്രമാറ്റിക് എന്നാവും, ഡ്രമാറ്റിക്കലി എന്ന് പറയരുത്, പിന്നെ ഡ്രമാറ്റിക് എന്നാവും. ഇൻക്രീസ്ഡ് എന്ന് പറയാൻ പാടില്ല, അത് വെർബാണ്. ഇൻക്രീസ് എന്നുള്ളതാണ് നൗൺ. സോ there was a dramatic increase in the population of India. ഇത് ആഡ്ജക്റ്റീവ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും 2 ടൈപ്പ് ഫോർമാറ്റിൽ അത് യൂസ് ചെയ്യുന്നത്. ഇനി ഫ്യൂച്ചർ ഡിനോട്ടിങ് ഗ്രാഫ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ചില ഗ്രാഫ്സിൽ ഫ്യൂച്ചർ ഇയർ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഫ്യൂച്ചർ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലൈൻ ഗ്രാഫ് വന്നിരിക്കുകയാണ്. ലൈൻ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യണത് ഒരു 1990 പിന്നെ അതിനകത്ത് കുറേ ഇയേഴ്സ് വന്നിട്ടുണ്ട്. 2023 വാല്യൂസ് വന്നിട്ടുണ്ട്, പ്രസൻറ്റ് ഇയറിൻ്റെ വാല്യൂ. പിന്നെ 2045 വാല്യൂസ് വന്നിട്ടുണ്ട്. അതായത് ഒരു ഫ്യൂച്ചർ ഇയറിലെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതുവരെയുള്ള പ്രൊജക്ഷൻസ് അത് കാണിച്ചിട്ടുണ്ടായിരിക്കും, ഒരു എസ്റ്റിമേറ്റ് കാണിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ ഗ്രാഫ്സിനെ പറയണതാണ് ഫ്യൂച്ചർ ഡിനോട്ടിങ് ഗ്രാഫ്സ്. അവിടെ നമുക്ക് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ഡിനോട്ട് ചെയ്യാൻ നേരത്ത് ഫ്യൂച്ചറാണ് പറയേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് ഒരിക്കലും യൂസ് ചെയ്യരുത്. പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്തിട്ട് ഫ്യൂച്ചർ കൊണ്ടുവരാം. അത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. പക്ഷേ പാസ്റ്റ് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല ഫ്യൂച്ചർ കൊണ്ടുവരാനായിട്ട്. ഇനി ഇപ്പോൾ ഗ്രാഫിൽ 1990 നേരത്തെ പറഞ്ഞ പോലെ, പിന്നെ മിഡിൽ ഇയർ 2023 ഉണ്ട്, പിന്നെ ഒരു 2040 ഉണ്ട്, 45 ഉണ്ട്. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ഇയർ നിൽക്കുന്നത്. നമ്മൾ പറയാൻ നേരത്ത് ഫ്രം 1990 to 2045 എന്നും പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ സ്പ്ലിറ്റ് ചെയ്തേ പറയാൻ പറ്റുള്ളൂ. അതായത് പാസ്റ്റ് ഇയേഴ്സ് തൊട്ട് പ്രസൻറ്റ് വരെയുള്ളത്, അല്ലെങ്കിൽ പ്രസൻറ്റ് തൊട്ട് ഫ്യൂച്ചർ വരെയുള്ളത്, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം പറയാനായിട്ട്. ഒറ്റയടിക്ക് 1990 തൊട്ട് 2045 വരെയുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെ വരുന്നുള്ളത്. നമുക്ക് ടെൻസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പാസ്റ്റിൻ്റെ വേർബ്സും കാര്യങ്ങളും നമുക്കറിയാം. ഫ്യൂച്ചർ എങ്ങനെ കൊണ്ടുവരും എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അതായത് ഇവിടെ നിന്ന് തൊട്ട് അങ്ങോട്ടുള്ളത് 45 വരെയുള്ള കാലഘട്ടത്തിൻ്റെ യൂസ് ചെയ്യാനുള്ള വേർബ്സ് എന്തൊക്കെയായിരിക്കും അതിനുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഡിനോട്ടിങ് വേർഡ്സ് യൂസ് ചെയ്യാം.
ഫ്യൂച്ചർ കാണിക്കുന്ന ചില വേർഡ്സ് ഉണ്ട്. ഫ്യൂച്ചർ ഡിനോട്ടിംഗ് വേർഡ്സ്, അതായത് പ്രഡിക്റ്റഡ്, പ്രൊജക്റ്റഡ്, എസ്റ്റിമേറ്റഡ്, ഫോർകാസ്റ്റ്, ആൻറ്റിസിപ്പേറ്റഡ്, എക്സ്പെക്റ്റഡ്, സ്പെക്കുലേറ്റഡ്, എൻവിസേജ്, ഇതെല്ലാം ഫ്യൂച്ചറിന് ഡിനോട്ട് ചെയ്യുന്ന വേർഡ്സ് ആണ്. ഇങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്യൂച്ചർ കൊണ്ടുവരാം. ഇറ്റ് ഈസ് പ്രെഡിക്റ്റഡ് ദാറ്റ് ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ വുഡ് ബിക്കം 150 billion by 2045 or something like that. So ഈ വുഡ് ബിക്കം എന്നുള്ളതിന് പകരം വുഡ് ബി, വിൽ ബിക്കം, വിൽ ബി, വിൽ റീച്ച്, വിൽ ടച്ച്, വുഡ് റീച്ച്, ഈസ് ലൈക്ലി ടു ബിക്കം, ഈസ് ലൈക്ലി ടു ബി എന്നൊക്കെയുള്ള സിനോണിംസ് യൂസ് ചെയ്യാം. ഓക്കെ, ഈസ് ലൈക്ലി പറഞ്ഞാൽ എന്താണ്? സാധ്യത. അപ്പോൾ 2045 ആകുമ്പോഴേക്കും ഇങ്ങനെയാണ് ഇത് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞു വയ്ക്കാം നമുക്ക്. ഇനി ഇതേ ഫോർമാറ്റ്, ഇതിപ്പോൾ ഒരു ഇറ്റ് ദാറ്റ് സെൻറ്റൻസിലാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇത് തന്നെ നമുക്ക് നൗൺ ഫോം യൂസ് ചെയ്തിട്ട് പറയാം. ദ പ്രൊഡിക്ഷൻ ഫോർ 2035 ഷോസ് ദാറ്റ്. പ്രൊഡിക്ഷൻ കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി വേറെ തരത്തിൽ ഡയറക്റ്റ് ആയിട്ട് പറയാം, ഇൻ 2035 പോപ്പുലേഷൻ വിൽ ബിക്കം ദിസ് മെനി ബില്യൺസ്. ഇനി ടു ബി, ടു ബിക്കം, ടു ബി അല്ലെങ്കിൽ ടു ബിക്കം, അതും ഫ്യൂച്ചർ ഡിനോട്ട് ചെയ്യുന്ന വാക്കുകളാണ്. സോ ഇങ്ങനെയും യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് പ്രഡിക്റ്റഡ് ടു ബി 100 billion in 2035. ഇറ്റ് ഈസ് പ്രഡിക്റ്റഡ് ടു ബിക്കം 150 billion in 2035. അങ്ങനെ. ഓക്കെ, സോ ഈ ഫ്യൂച്ചർ ഡിനോട്ട് ചെയ്യാനായിട്ടുള്ള ഈ വേർഡ്സ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, നമ്മൾ എസ്റ്റിമേറ്റ്സ് ആണ് കാണിക്കുന്നത് അല്ലേ ഗ്രാഫ്. അപ്പം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇറ്റ് വിൽ ബിക്കം എന്ന് പറയുന്നതിനേക്കാളും, അതായത് ഈ മെത്തേഡിനേക്കാളും എപ്പോഴും നല്ലത് ഈ ഫസ്റ്റ്, സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് മെത്തേഡാണ്. പ്രഡിക്റ്റഡ്, പ്രൊജക്റ്റഡ്, അതായത് അതിൻ്റെ സാധ്യത ഇങ്ങനെയാണ് എന്ന് പറയുന്ന രീതിയാണ് കുറച്ചും കൂടി നല്ലത് ഫ്യൂച്ചർ ഡിനോട്ടിങ് ഗ്രാഫിൽ വരുമ്പോൾ. ഓക്കെ, പിന്നെ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാർ, ഒരു പൈ, അങ്ങനെ രണ്ടെണ്ണം കൂടിയിട്ടായിരിക്കും തന്നിട്ടുണ്ടായിരിക്കാം. ഏതെങ്കിലും രണ്ടെണ്ണം, ബാറോ പൈയോ ടേബിളോ ലൈൻ ഗ്രാഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ കോമ്പിനേഷൻസിൽ വരുമ്പോൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് 1 by 1 പറയാം. ബാർ ആൻഡ് ദ പൈ ഡിനോട്ട്സ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതരുത്. ബാർ ആൻഡ് പൈ അങ്ങനെ എഴുതിയാൽ നമുക്ക് ശരിയായിട്ട് അത് സെൻറ്റൻസ് പ്രോപ്പറായിട്ട് വരില്ല. പകരം ഓരോന്നോരോന്ന് പറയാം. ദ ബാർ ഷോസ്, അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ആൻഡ് ദ പൈ ചാർട്ട് ഇലസ്ട്രേറ്റ്സ്, അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഓവറോൾ പാരഗ്രാഫിൽ 1 സ്ട്രൈക്കിംഗ് ഫീച്ചർ, ഈച്ച് ഗ്രാഫിൽ നിന്നുള്ള 1 സ്ട്രൈക്കിംഗ് ഫീച്ചർ ആയിരിക്കും ഓവറോൾ പാരയിൽ നമ്മൾ പറയുന്നത്. ഇനി ഇപ്പോൾ ഒരു ടേബിളും ഒരു പൈയും ആണെന്നുണ്ടെങ്കിൽ ടേബിളിൽ നിന്നുള്ള ഒരു സ്ട്രൈക്കിംഗ് ഫീച്ചർ ഫസ്റ്റ് പറയും, പൈ എന്നുള്ള ഒരു സ്ട്രൈക്കിംഗ് ഫീച്ചർ അതിന് ശേഷം പറയും. ഇത്രയാണ് ഓവറോളിൽ വരെ 2 സെൻറ്റൻസ്. അതിനുശേഷം ബോഡി പാര 1 ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക, അതായത് ഫസ്റ്റ് കൊടുത്തേക്കുന്നത് എടുക്കുക, ടേബിൾ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ബോഡി പാരഗ്രാഫ് 2 സെക്കൻഡ് കൊടുത്തേക്കുന്നത് പൈ ചാർട്ട് ആണെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഓക്കെ, നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടേബിളും പൈയും തമ്മിലൊരു റിലേഷൻ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യാനും നോക്കരുത്, അത് തെറ്റിപ്പോവും. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ട് എഴുതുക. ടേബിൾ ആണെങ്കിൽ ടേബിളിലുള്ളത് മാത്രം, പൈ ആണെങ്കിൽ പൈയിലുള്ളത് മാത്രം. ഓക്കെ, അത് തമ്മിൽ ഉള്ളൊരു കണക്ഷൻ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യരുത്. അതുപോലെ ടാസ്ക് 1 ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഇൻഫറൻസസ് ഒന്നും എഴുതരുത്, ആവശ്യമില്ലാത്ത ഒരു കാര്യവും. അതായത് തന്നിരിക്കുന്നത് മാത്രമേ എടുത്തെഴുതാവൂ. എന്താണോ പിക്ചറിൽ കാണുന്നത് അത് മാത്രം എടുത്തെഴുതുക. അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും ചിന്തിച്ചുണ്ടാക്കി എഴുതരുത്. ഇതുകൊണ്ടായിരിക്കാം അതങ്ങനെ വന്നത് എന്നൊന്നും പറഞ്ഞിട്ട് എഴുതേണ്ട കാര്യമില്ല. അതൊന്നും ആക്സെപ്റ്റഡ് അല്ല, സ്കോർ കുറയ്ക്കാനാണ് ചാൻസ്. ഓക്കെ, ഇനി നമുക്ക് ലൈൻ ഗ്രാഫ്, പാരഗ്രാഫിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വൊക്കാബുലറി ചെക്ക് ചെയ്യാം. ഇപ്പോൾ ടൈം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. ടൈം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന വൊക്കാബുലറി ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ ഡിക്രീസ്ഡ് എന്നുള്ള വൊക്കാബുലറി യൂസ് ചെയ്യാം നമുക്ക്. പക്ഷെ ടൈം തന്നിട്ടില്ലാത്തൊരു ഗ്രാഫാണെങ്കിൽ ഒരിക്കലും അതിൽ ഇൻക്രീസ്ഡ് ഡിക്രീസ്ഡ് എന്നുള്ളൊരു വൊക്കാബുലറി വരാൻ പാടില്ല. കാരണം നമുക്കിപ്പോൾ ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ചൈന, UK 2 രാജ്യങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ മെഷർമെൻ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം കുറവ്, ഇപ്പോൾ ചൈനയിൽ അത് കൂടുതലാണ്, UK കുറവാണ് എന്ന് വിചാരിക്കും. സോ ഇത് ചൈനയിലുള്ള ഫിഗർ UK അപേക്ഷിച്ച് കൂടുതലാണ്
അല്ലെങ്കിൽ കുറവാണ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ചൈനയിലുള്ള ഫിഗർ യു കെൻ അപേക്ഷിച്ച് ഇൻക്രീസ്ഡ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് ഡസൻ മേക്ക് സെൻസ്. സോ ഇൻക്രീസ് ഡിക്രീസ്ഡ് എന്നുള്ളത് എപ്പോഴും ടൈം തന്നിട്ടുണ്ടാവണം എക്സ് ആക്സിസിൽ. ഇപ്പോൾ 1980 അല്ലെങ്കിൽ 2000, ഓക്കെ, 1990 2000 തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഡിക്രീസ് ചെയ്തു എന്ന് പറയാം. ഓക്കെ. പക്ഷേ അല്ലാത്തത് പക്ഷം നമുക്ക് എക്സ് ആക്സിസിലുള്ളത് ടൈം അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇൻക്രീസ് ഡിക്രീസ്ഡ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യരുത്. അപ്പോൾ പിന്നെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സിനോണിംസ് പഠിച്ചു വയ്ക്കുക, 5 എണ്ണെങ്കിലും. കാരണം നമ്മളെപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ സെയിം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വൊക്കാബുലറി ലെവല് കുറവാണെന്ന് അവർക്ക് തോന്നും. ഇനി ഇൻക്രീസ്ഡിൻ്റെ സിനോണിംസ് ആണ് ഗ്രോസ്, ഗ്രൂ, വെൻറ്റ് അപ്പ്, ജംപ്ഡ്, ക്ലൈംഡ്. ഡിക്രീസ്ഡ് സിനോണിംസ് ഡിക്ലൈൻഡ്, റെഡ്യൂസ്, വെൻറ്റ് ഡൗൺ, ഫെൽ, ഡ്രോപ്ഡ്. ഒരിക്കലും ഇൻക്രീസ് ഡിക്രീസ്ഡ് എന്നുള്ള വേർഡ് നമുക്ക് പാസീവ്ലി യൂസ് ചെയ്യാൻ പറ്റില്ല. പാസീവ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈസ് ഇൻക്രീസ്ഡ്, പാസീവിൻ്റെ ഫോർമാറ്റ് എന്താണ്? ഈസ് MR പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസീവ്ലി യൂസ് ചെയ്യാൻ പറ്റില്ല ഇൻക്രീസ് ഡിക്രീസ്. അതായത് ഈസ് MR പ്ലസ് ഇൻക്രീസ് ഡിക്രീസ്ഡ് എന്നുള്ളൊരു ഫോർമാറ്റ് വരില്ല ഒരിക്കലും. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ എസ്സേയിൽ, നമ്മുടെ ടാസ്ക് 1-ൽ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ്, ദേ ആർ ഇൻക്രീസ്ഡ്, ദേ ആർ ഡിക്രീസ്ഡ് എന്നൊന്നും പറഞ്ഞിട്ട് എഴുതരുത്. അത് തെറ്റാണ്. ഈ ഒരു വാക്കുകളുടെയും കൂടെ ഈസ് MR വാസ് വെർ ഒരിക്കലും വരില്ല. കാരണം നമുക്കത് പാസീവ്ലി യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇനി കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നൊന്ന് എങ്ങനെ പറയും? സ്റ്റേബിൾ, സ്റ്റഡി, സെയിം, യൂണിഫോം, അൺചേഞ്ച്ഡ്. അതിൻ്റെ കൂടെ നമുക്ക് റിമെയിൻഡ് സ്റ്റേബിൾ അല്ലെങ്കിൽ സ്റ്റേയ്ഡ് സ്റ്റേബിൾ എന്നൊക്കെയുള്ള വാക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സ്റ്റേയ്ഡ്, സ്റ്റഡി. ഓക്കെ. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞത് ഇൻക്രീസ്ഡ് ഡിക്രീസ്ഡ് സിനോണിംസ് പറഞ്ഞല്ലേ, അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആഡ്ജക്റ്റീവ്സ് നമുക്ക് യൂസ് ചെയ്യാം. ആഡ്ജക്റ്റീവ്സും ആഡ്വേർബ്സും ഫോർമാറ്റ് നമ്മൾ പറയുന്നത് ഇൻക്രീസ് റാപ്പിഡ്ലി. ഓക്കെ. ഇൻക്രീസ് റാപ്പിഡ്ലി എന്ന് പറയുന്നതിന് പകരം, 2 വേർഡ്സ് ആയിട്ട് പറയുന്നതിന് പകരം നമുക്ക് ഒരൊറ്റ വേർഡിൽ നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. എങ്ങനെ? ഇപ്പോൾ ഒരു സ്റ്റീപ്പ് ഇൻക്രീസ് ആണെങ്കിൽ നമുക്ക് സോർഡ്, സ്കൈ റോക്കറ്റഡ്, സർജ്ഡ് എന്നൊക്കെ പറയാം. ഒരു സ്റ്റീപ്പ് ഡിക്രീസ് ആണെങ്കിലോ നോസ് ഡൈവ്, പ്ലമ്മറ്റഡ്, പ്ലഞ്ച്, ടംബിൾ, സ്ലംബ്ഡ് എന്നൊക്കെ പറയാം. കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നു എന്ന് പറയാൻ ഒറ്റ വാക്കിൽ എങ്ങനെ പറയാം? ലെവൽഡ് ഓഫ്, സ്റ്റാഗ്നേറ്റഡ്, പ്ലാറ്റ്യൂഡ്, ഫ്ലാറ്റൻഡ് ഔട്ട് എന്നുള്ള യൂസേജസ് വരും. ഓക്കെ. അപ്പോൾ ഒരു പെട്ടെന്നുള്ള ഇൻക്രീസ്, സ്റ്റീപ്പ് ഇൻക്രീസ് ആണെങ്കിൽ ഇറ്റ്സ് സോർഡ് എന്ന് പറഞ്ഞാൽ മതി. ഇൻക്രീസ് റാപ്പിഡ്ലി എന്ന് പറയേണ്ട കാര്യമില്ല. ഓക്കെ. ഇനി ഫ്ലക്ച്വേഷൻസ് എങ്ങനെ പറയാം? ഫ്ലക്ച്വേറ്റഡ്, ഓസിലേറ്റഡ്, വേരിയഡ്, മൂവ് അപ്പ് ആൻഡ് ഡൗൺ, ഇൻ ബിറ്റ്വീൻ, ഇൻ ദ റേഞ്ച് ഓഫ്, അങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ടൈം ഉള്ളപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ടൈം ലൈൻ എല്ലാം കൊടുക്കുമ്പോഴാണ് നമ്മളത് യൂസ് ചെയ്യുക. ഇനി ടൈം ഇല്ലെങ്കിലോ? ടൈം ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട വേർഡ്സ് ആണ് ഹൈ, ലോ, മോർ, ലെസ്. അതിന് പറ്റുന്ന അഡ്ജക്റ്റീവ്സ് എന്താണ്? വൈഡ് വേരിയേഷൻ ആണെങ്കിൽ ഫാർ, സബ്സ്റ്റാൻഷ്യലി, ഫിനോമിനലി, കൺസിഡറബിളി. ഒരു മോഡറേറ്റ് വേരിയേഷൻ ആണെങ്കിൽ റിലേറ്റീവ്ലി, കമ്പാരിറ്റീവ്ലി. ലെസ് വേരിയേഷൻ ആണെങ്കിൽ മോർ ഓർ ലെസ്, കോൺസ്റ്റൻറ്റ്. ഇങ്ങനത്തെയാണ് നമുക്കതിന് പറ്റുന്ന. ടൈം തന്നിട്ടില്ലെങ്കിൽ അതിന് പറ്റുന്ന വേർഡ്സ്. പ്രപ്പോസിഷൻസ്, നമ്പേഴ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്ന പ്രപ്പോസിഷൻസ്. നമുക്ക് എക്സാക്റ്റ് ഫിഗർ പറയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അറ്റ്, ടു, ബൈ, ഓഫ്, ഇതെല്ലാമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ അറ്റും ടൂവും യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? ഫൈനൽ വാല്യൂ പറയാനായിട്ട്. ഇപ്പോൾ ഒരു ഫിഗർ, ഒരു ഗ്രാഫ് എങ്ങനെയുണ്ട്? അതിൽ ഫസ്റ്റ് ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് 60 ആണ്, ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് 80 ആണ്. ഓക്കെ. ഇത് 60, ഇത് 80. അപ്പോൾ നമുക്ക് ഇറ്റ് റീച്ച്ഡ് to 80 miles per hour. 2 വരില്ല അവിടെ. It reached 80 miles per hour. അതല്ലെങ്കിൽ it figured at, it stood at 80 miles per hour. Okay. It reached
60 miles per hour it figured at reached പിന്നെന്താണ് accounted for amounted to എന്നൊക്കെയുള്ള വേർഡ്സ് യൂസ് ചെയ്യാം. അപ്പോഴൊക്കെ അറ്റും ടു ആണ് അവിടെ വരാം. ഓക്കെ, ഒന്നും കൂടെ പറയാം. ഇപ്പോൾ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്, അതിൽ നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വാല്യൂ 60 ആണ്, മൈൽസ് പെർ അവർ ആണെന്ന് വിചാരിച്ചു, ഒരു വണ്ടിയുടെ സ്പീഡിനെയാണ് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് 80 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് ടൈമാണ്, അവേഴ്സിലാണ് തന്നേക്കുന്നത്. ഇത് 4th അവറിൽ, ഇത് 5th അവറിലുള്ള സ്പീഡാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ അറ്റ് 4 o'clock the speed of the vehicle stood at 60 miles per hour. At 5 o'clock it accounted for 80 miles per hour. സോ ആറ്റും ടൂവും ഒക്കെയാണ് നമുക്ക് സാധാരണഗതിയിൽ ഈ ഫൈനൽ വാല്യൂ ആണ്, അതിൻ്റെ എക്സാക്ട് ഫിഗർ ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേസമയം ബൈയും ഓഫും യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഡിഫറൻസ് ആണ് പറയേണ്ടതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻക്രീസ്ഡ് ബൈ എത്രയാണ്, 20 miles per hour. The speed of the vehicle increased by, there was an increased by അല്ലെങ്കിൽ there was an increase of 20 miles per hour. ബൈയും ഓഫും പറയുന്നത് ആ ഡിഫറൻസിനെയാണ്, അറ്റും ടൂവും പറയുന്നത് ആ ഫൈനൽ വാല്യൂ ആണ്. അത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഈ എക്സാക്ട് ഫിഗർ അല്ല, അപ്രോക്സിമേറ്റ് ഫിഗർ ആണ് ഗ്രാഫിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ വേർഡ്സ് എല്ലാം യൂസ് ചെയ്യുക, അറൗണ്ട്, അബൌട്ട്, ഓവർ, ബിലോ, അബൌട്ട്, അപ്രോക്സിമേറ്റ്ലി, ഇങ്ങനത്തെ വേർഡ്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നേരത്തെ പറഞ്ഞതാണ്, ബൈയും ഓഫും ആണെങ്കിൽ ഡിഫറൻസ് ആയിരിക്കും സംസാരിക്കുന്നത്, അറ്റും ടു ആണെങ്കിൽ ഫൈനൽ വാല്യൂ ആണ് സംസാരിക്കുക. ഇനി ഫൈനൽ വാല്യൂസ് പറയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന വേറെ വേർഡ്സ് വൊക്കാബുലറി എന്തൊക്കെയാണ്, സെറ്റിൽഡ് അറ്റ്, എൻഡഡ് അറ്റ്, ഫിനിഷ്ഡ് അറ്റ്, കൾമിനേറ്റഡ് അറ്റ്, ഇതൊക്കെ ഫൈനൽ വാല്യൂസ് പറയാൻ യൂസ് ചെയ്യുന്ന വൊക്കാബുലറിയാണ്. ഇനി നമുക്ക് ചേഞ്ചസ് ഒന്നും പറയണ്ട, ഇൻക്രീസ് ടു, ഡിക്രീസ് ടു, ഇൻക്രീസ് ടു, ഡിക്രീസ് ടു എന്നൊന്നും പറയണ്ട. നമുക്ക് ജസ്റ്റ് ഇത്രയാണ് വാല്യൂ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അതിന് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ പറ്റിയെന്നൊന്നും നമുക്ക് അറിയിക്കേണ്ട ആവശ്യമില്ല, വാല്യൂ ഇത്രയാണെന്ന് മാത്രം പറയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ വേർഡ്സ് ആണ് യൂസ് ചെയ്യുക. അക്കൗണ്ടഡ് ഫോർ, അക്കൗണ്ടിങ് ഫോർ, അത് രണ്ട് തരത്തിൽ യൂസ് ചെയ്യാം. അമൗണ്ടഡ് ടു, അമൗണ്ടിങ് ടു, സ്റ്റുഡ് അറ്റ്, സ്റ്റാൻഡിങ് അറ്റ്, ഫിഗേർഡ് അറ്റ്, ഫിഗറിങ് അറ്റ്, വിത്ത് ഫിഗേഴ്സ് ബി. അതെങ്ങനെയാണ് സെൻറ്റൻസിൽ വരുമോ, ഇറ്റ് അക്കൗണ്ടഡ് ഫോർ 5%. ഇനി ING ഫോം യൂസ് ചെയ്യുന്നത് ഒരു കണക്ടർ പോലെയാണ്. ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ വാസ് ദ ഹയസ്റ്റ് അക്കൗണ്ടിങ് ഫോർ 100 million. ഓക്കെ, പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ വാസ് ദ ഹയസ്റ്റ് അക്കൗണ്ടിങ് ഫോർ 100 million. ഇനി ഹയസ്റ്റും ലോവസ്റ്റും പറയാനോ, പീക്ഡ് അറ്റ്, ബോട്ടംഡ് ഔട്ട് എന്നുള്ള യൂസേജസ് പറ്റും. ഹയസ്റ്റും ലോവസ്റ്റും പറയാനായിട്ട് പീക്ഡ് അറ്റ്, ബോട്ടംഡ് ഔട്ട് എന്നുള്ള യൂസേജസ് പറ്റും. ഓക്കെ, ഇനി നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന ടെൻസസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഇത് ഒരു റൂളല്ല, അതായത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സെൻറ്റൻസും ഈ ടെൻസിലായിരിക്കും എന്ന് നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല, നമ്മൾ എഴുതുന്നതനുസരിച്ചിരിക്കും. പക്ഷെ കൂടുതലും ഈ ടെൻസിലായിരിക്കും. ഇപ്പോൾ ഒരു പാസ്റ്റ് ഇയർ തന്നിട്ടുണ്ട്, ഒരു ഗ്രാഫിൽ പാസ്റ്റ് ഇയർ തന്നിട്ടുണ്ടെങ്കിൽ അത് പാസ്റ്റ് ടെൻസിലായിരിക്കും പോകുന്നത്. പാസ്റ്റ് ഇയർ, പ്രസൻറ്റ് ഇയർ ആണ് തന്നേക്കുന്നത്. പ്രസൻറ്റ് ഇയർ തന്നാലും നമ്മൾ പാസ്റ്റ് ടെൻസിൽ എഴുതാം, കാരണം നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് ജനറേറ്റ് ആയതാണ്, ആ റിപ്പോർട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് പ്രസൻറ്റ് ഇയർ, ഇപ്പോൾ 2023 ഫിഗർ ആണെങ്കിലും അത് എന്തിൽ പറഞ്ഞാൽ മതിയാവും, പാസ്റ്റ് ടെൻസിൽ പറഞ്ഞാൽ മതിയാവും. ഇനി ഇയർ ഒന്നും തന്നിട്ടില്ലെങ്കിൽ പാസ്റ്റിലോ പ്രസൻറ്റിലോ എഴുതാം, കുഴപ്പമില്ല. ഇനി ഫ്യൂച്ചർ ഇയർ തന്നിട്ടുണ്ടെങ്കിൽ പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാസ്റ്റിലേക്ക് പോകരുത്, ഫ്യൂച്ചർ പറയാൻ നേരത്ത്. ഫ്യൂച്ചർ ഇയർ തന്നിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ പറയാൻ നേരത്ത് പാസ്റ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യാം. പ്രോസസ് ഡയഗ്രത്തിൻ്റെ ടെൻസ് ഏതാണ് കൂടുതലും വരുന്നത്, പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും. മോസ്റ്റ്ലി പാസീവ് യൂസേജ് ആയിരിക്കും വരുന്നത്. ഇനി ഇറ്റ് ദാറ്റ് സെൻറ്റൻസ് ഉണ്ടല്ലോ, ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ഓർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ്, അവിടെ നമ്മൾ ഒരിക്കലും പാസ്റ്റ് ടെൻസ് വരില്ല, അതെപ്പോഴും പ്രസൻറ്റ് തന്നെയായിരിക്കും, ഇറ്റ് ഈസ്.
അത് നമ്മൾ പറയുന്നതാണ്, അത് റിപ്പോർട്ട് ചെയ്യുന്നതല്ല. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ്, ഇറ്റ് ഈസ് സെഡ് ദാറ്റ്, ഇറ്റ് ഈസ് നോട്ട് വർത്തി ദാറ്റ്, ഇറ്റ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ ദാറ്റ്, ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ്, ഇറ്റ് കുഡ് ബി സീൻ എന്ന് പറയേണ്ട കാര്യമില്ല. അവിടെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യേണ്ട, അവിടെ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ആണ്. നമ്മൾ പല തരത്തിലുള്ള സെൻറ്റൻസ് യൂസ് ചെയ്യണം. എല്ലാ സെൻറ്റൻസും ഒരേ പാറ്റേണിൽ ഇരുന്ന് കഴിഞ്ഞാൽ സ്കോർ കിട്ടാൻ ചാൻസ് കുറവാണ്. സോ പലതരത്തിലുള്ള വെറൈറ്റി ഓഫ് സെൻറ്റൻസസ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന ടാസ്ക് 1 യൂസ് ചെയ്യാവുന്ന സെൻറ്റൻസ് സ്ട്രക്ചേഴ്സാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സിമ്പിൾ സെൻറ്റൻസസ് ഏതൊക്കെയാണ്? എങ്ങനെയാണ് സിമ്പിൾ സെൻറ്റൻസസ് യൂസ് ചെയ്യാം? നമുക്ക് സാധാരണ ഇതിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങളായിരിക്കും അതിനകത്ത് വരുന്നുണ്ടാവുക. ഒന്ന് അതെന്താണെന്നുള്ളത്, അതിൻ്റെ ഐറ്റം എന്താണെന്നുള്ളത്. 2 അതിൻ്റെ ഫിഗർ. 3 അതിൻ്റെ ട്രെൻഡ്, അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ. അപ്പോൾ ഈ 3 കാര്യങ്ങളായിരിക്കും ഒരു സെൻറ്റൻസിൽ നമ്മൾ പറയേണ്ടതായിട്ട് വരിക. ഓക്കെ. അപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് പറയാം. ഇപ്പോൾ ഐറ്റം പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ചൈന ഇൻ 2010, ഫിഗർ 5%, ട്രെൻഡ് ഇൻക്രീസ്ഡ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. ഇത് കൺവേ ചെയ്യാനായിട്ട് നമുക്ക് പലതരത്തിലുള്ള സെൻറ്റൻസസ് യൂസ് ചെയ്യാം. ഒന്ന്, നമുക്ക് സിമ്പിൾ സെൻറ്റൻസ് ആണെങ്കിൽ അത് ഐറ്റം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫിഗർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ട്രെൻഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ദർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അത് ഫോളോഡ് ബൈ ഫിഗർ. ദർ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഫോളോഡ് ബൈ ട്രെൻഡ്. അങ്ങനെ 5 തരത്തിലുള്ള സിമ്പിൾ സെൻറ്റൻസസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഇനി ഐറ്റം വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ ഇൻക്രീസ്ഡ് 5%. ഫിഗർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 5% ഇൻക്രീസ് was observed in population growth in China. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. was observed എന്നുള്ളത് verb, ഇത് നമ്മുടെ ഒബ്ജക്റ്റ് പാർട്ട്. സ്റ്റാർട്ടിങ് വിത്ത് ട്രെൻഡ് ആൻഡ് ഇൻക്രീസ് ഓഫ് 5%, ഇത്രയും നമ്മുടെ സബ്ജക്റ്റ്. was observed verb, ഇത് നമ്മുടെ ഒബ്ജക്റ്റ് പാർട്ട്. ഇനി there followed with figure. There was 5% increase in population growth of China. There was കഴിഞ്ഞിട്ട് 5% ഫിഗർ. അത് കഴിഞ്ഞ് ഇനി there followed with trend. There was an increase, ട്രെൻഡ് ആണ് ആദ്യം പറയുന്നത്, of 5% in population growth of India. ഇങ്ങനെ 5 തരത്തിലാണ് നമുക്ക് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് സിമ്പിൾ ഫോർമാറ്റിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. ഇനി കോംപ്ലക്സ് കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് വരുന്നത്? അവിടെയാണ് നമ്മൾ റിലേറ്റീവ് ക്ലോസസ് യൂസ് ചെയ്യുക. റിലേറ്റീവ് ക്ലോസസ് എന്ന് പറയുന്നത് വിച്ച്, വേർ, ദാറ്റ്, അങ്ങനത്തെയൊക്കെ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ റിലേറ്റീവ് ക്ലോസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം it can be found that, it can be seen that, it can be noticed that, it can be deduced that, it is evident that, it is noteworthy that, it is crystal clear that, it is conspicuous that. Conspicuous എന്ന് പറഞ്ഞാൽ crystal clear എന്നുള്ളൊരു മീനിങ് തന്നെയാണ് വരുന്നത്. ഓക്കെ. അപ്പം ഇറ്റ് ദാറ്റ് സെൻറ്റൻസസിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പഠിച്ച 5 കാറ്റഗറി സെൻറ്റൻസ് ഉണ്ടല്ലോ, അതിൽ ഏത് വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു സെൻറ്റൻസ് പാറ്റേൺ കിട്ടും. അപ്പോൾ ഇത് ദാറ്റിൻ്റെ യൂസേജ് ആണ്. ഇതെല്ലാം ദാറ്റിൻ്റെ റിലേറ്റീവ് ക്ലോസിൻ്റെ യൂസേജ് ആണ്. അത് കോംപ്ലക്സ് കൺസ്ട്രക്ഷൻ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് ഓഫ് ഇന്ത്യ ഇൻക്രീസ്ഡ് ബൈ 5% in 2010. ഇറ്റ് ക്യാൻ ബി നോട്ടീസ് ദാറ്റ് there was 5% increase in population growth of India. നമ്മൾ നേരത്തെ പഠിച്ച 5 സെൻറ്റൻസിൽ ഏത് വേണമെങ്കിലും ഇവിടെ ഫിക്സ് ചെയ്യാം. ഇനി അടുത്തത് ഈ വിച്ചോ വേറിൻ്റെ യൂസേജ്. റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത് വിച്ചും വേറും ദാറ്റും മാത്രമല്ല, ഹൂ, വൈ, എല്ലാ ക്വസ്റ്റ്യൻ വേർഡ്സും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഹൂ, വൈ, അങ്ങനെയുള്ളതെല്ലാം. അപ്പോൾ വേറോ വിച്ചോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദ പോപ്പുലേഷൻ ഗ്രോത്ത് ഓഫ് ഇന്ത്യ which was 100 crore in 2001 was the highest of all. Okay, the population of India which was 100 crore in 2001 was the highest of all. അതുപോലെ പാർട്ടിസിപ്പിൾ ഫോമാറ്റിൽ കണക്ട് ചെയ്യുന്ന വെർബ്സ്. ദ population of India is the highest, amounting to 100 crores, accounting for 100 crores, standing at 100 crore, figuring at 100 crore, with figures being 100 crore. അത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ കണക്ട് ചെയ്യുന്ന
സെൻറ്റൻസ് സ്ട്രക്ചേഴ്സാണ്. അതായത് നമുക്ക് ഇപ്പോൾ റിലേറ്റീവ് ക്ലോസ് നമ്മൾ ഓൾറെഡി കണ്ടു. റിലേറ്റീവ് ക്ലോസ് ഏതൊക്കെയാണ്? ദാറ്റ്, വെയർ, വിച്ച് ആണ് നോർമലി നമുക്ക് ഡയഗ്രാം അല്ലെങ്കിൽ റിപ്പോർട്ട് റൈറ്റിംഗിൽ വരുന്ന റിലേറ്റീവ് ക്ലോസ് ഈ മൂന്നെണ്ണമാണ് സാധാരണ. ഇനി ഇത് കൂടാതെ അടുത്ത സെൻറ്റൻസ് പാറ്റേൺ ആണ്, സെക്കൻഡ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് പാറ്റേൺ ആണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ വെച്ചിട്ടുള്ളത്. തേർഡ് ടൈപ്പ് സെൻറ്റൻസ് പാറ്റേൺ ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെച്ചിട്ടുള്ളത്. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ING ഫോമിൻ്റെ വേറെ പേരാണ്. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ING ഫോമിൻ്റെ വേറെ പേരാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഇസ് ദ ഹയസ്റ്റ്. ഒരു സെൻറ്റൻസ് പറഞ്ഞതിൻ്റെ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് പറഞ്ഞതിന് ശേഷം അതിലൊന്ന് എക്സ്ട്രാപ്ലേറ്റ് ചെയ്യുക, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്തോ യൂസ് ചെയ്തിട്ട്? ING ഫോം അല്ലെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്തിട്ട്. അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ് ഇത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള വേർഡ്സ് ആണ്. എമൗണ്ടിങ് ടു, അക്കൗണ്ടിങ് ഫോർ, സ്റ്റാൻഡിങ് അറ്റ്, ഫിഗറിങ് അറ്റ്, വിത്ത് ഫിഗേഴ്സ് ബീയിങ്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഇവിടെ കണ്ടോ, നമ്മൾ പറഞ്ഞതാണിത്. ഫൈനൽ വാല്യൂ വിത്തൗട്ട് ഷോയിങ് ചേഞ്ചസ് നമുക്ക് യൂസ് ചെയ്യാവുന്ന അക്കൗണ്ടിങ് ടു, എമൗണ്ടിങ് ടു, സ്റ്റാൻഡിങ് അറ്റ്, ഫിഗറിങ് അറ്റ്, വിത്ത് ഫിഗേഴ്സ് ബീയിങ്. എന്നിട്ട് ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് പറഞ്ഞായിരുന്നു. ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ വാസ് ദ ഹയസ്റ്റ് അക്കൗണ്ടിങ് ഫോർ 100 million. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് കൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് വേറൊരു പാറ്റേൺ നമുക്ക് സെൻറ്റൻസ് സ്ട്രക്ചർ ഉണ്ടാക്കാവുന്നത്. ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ സെയിം പാറ്റേണിൽ ഫസ്റ്റ് ഒരു ഫുൾ സെൻറ്റൻസ് പറയും നമ്മൾ. അതിൻ്റെ കൂടെ ED ഫോം ഇട്ടിട്ട് കണക്ട് ചെയ്യും. ദ സ്റ്റോൺസ് ആർ ഫസ്റ്റ് റിൻസ്ഡ് ഫോളോഡ് ബൈ ക്രഷിങ്. ഇത് ആക്ച്വലി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? ദ സ്റ്റോൺസ് ആർ ഫസ്റ്റ് റിൻസ്ഡ്, ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ക്രഷിങ് എന്ന് വേണം നമ്മൾ രണ്ട് സെൻറ്റൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതാനായിട്ട്. അവിടെ ഈസും കൂടെ വരേണ്ടി വരും രണ്ട് സെൻറ്റൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ. പക്ഷേ മെർജ് ചെയ്യുമ്പോൾ ഈ ഈസ് പോവും. അതുപോലെ ഇറ്റ് വാസ് അല്ലെങ്കിൽ ഈസ് എമൗണ്ടിങ് ടു എന്ന് പറയുന്നതിന് പകരം ആ ഈസും കൂടെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ മെർജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കോമ്പൗണ്ട് സെൻറ്റൻസസും കൂടെ യൂസ് ചെയ്യാം. കോമ്പൗണ്ട് സെൻറ്റൻസസ് നമ്മൾ സാധാരണ കമ്പാരിസന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹവെവർ, ആൻഡ്, ബട്ട്, വയറാസ്, വൈൽ, ഇൻ കോൺട്രറി ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കോമ്പൗണ്ട് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാം. The population in India was 100 crore, whereas in China it was 120 crore. അതായത് whereasന് വരെ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? while, but, however, and, in contrary ഇങ്ങനത്തെയൊക്കെ വേർഡ്സ് യൂസ് ചെയ്യാം. ഓക്കെ, വേറെ കമ്പാരിസൺ സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ആസ് അഗെയിൻസ്റ്റ്, ആസ് ഒപ്പോസ് ടു, ഇൻ കോൺട്രറി ടു. അതിൻ്റെ യൂസേജിൽ ചില ഒരു വ്യത്യാസമുണ്ട്. ആസ് അഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ആസ് ഒപ്പോസ്റ്റ് അല്ലെങ്കിൽ ഇൻ കോൺട്രറി യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ട് സിമിലർ ആയിട്ടുള്ള ടേംസ് അടുത്തടുത്ത് വരണം. അതായത് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ വാസ് 100 crore ആസ് അഗെയിൻസ്റ്റ് 120. 120ക്ക് അഗെയിൻസ്റ്റ് ആണ് ഈ 100 crore. അത് രണ്ടും ജസ്റ്റ് ആസ് അഗെയിൻസ്റ്റിൻ്റെ അപ്പുറമായിട്ട് വരണം. ഇതിന് പകരം ദ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ വാസ് 100 crore ആസ് അഗെയിൻസ്റ്റ് ഇറ്റ് വാസ് 120 crore ഇൻ ചൈന എന്ന് എഴുതിയത് തെറ്റാണ്. രണ്ട് ഫിഗറും ഇതിന് അപ്പുറമായിട്ട് വരണം. ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ വാസ് 100 crore ആസ് അഗെയിൻസ്റ്റ് 120 crore ഇൻ ചൈന, അല്ലെങ്കിൽ ആസ് ഒപ്പോസ് ടു, ഇൻ കോൺട്രറി ടു എന്നുള്ള യൂസേജും കൊണ്ടുവരാം. പിന്നെ വേറെ ടൈപ്പ് യൂസേജ് ഫ്യൂവർ ദാൻ വെച്ചിട്ടുള്ള യൂസേജ്. നോട്ട്, പിന്നെ ആസ് പറയുന്നതും കമ്പാരിസൺ സ്ട്രക്ചറാണ്. ദാൻ വെച്ചിട്ടുള്ളതും ആസ് വയ്ക്കുന്നതും കമ്പാരിസൺ സ്ട്രക്ചേഴ്സാണ്. ഫ്യൂവർ ബോയ്സ് ദാൻ ഗേൾസ് ലൈക്ക് സ്വിമ്മിങ്, ഫാർ ഫ്യൂവർ ബോയ്സ് ദാൻ ഗേൾസ് ലൈക്ക് playing tennis, not as many males as females like hair cutting, more males than females like football, like that. ഇനി വേറൊരു ടൈപ്പ് സെൻറ്റൻസ് ആണ് റെസ്പെക്റ്റീവ്ലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസ്. സ്പെഷ്യൽ കൺസ്ട്രക്ഷൻസ് ആണ് ഇതൊക്കെ. റെസ്പെക്റ്റീവ്ലി യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ എക്സാം പേപ്പറിൽ എഴുതാം. ബിക്കോസ് അത് റെസ്പെക്റ്റീവ്ലിയുടെ യൂസേജ് നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് എക്സാമിനർക്ക് കാണിക്കാൻ പറ്റും. സോ അത് രണ്ട് തരത്തിൽ യൂസ് ചെയ്യാം. ദ പോപ്പുലേഷൻ ഓഫ് ചൈന ആൻഡ് ഇന്ത്യ ആർ 120 crores ആൻഡ് 100 crores റെസ്പെക്റ്റീവ്ലി എന്നും പറയാം. ദ റെസ്പെക്റ്റീവ് പോപ്പുലേഷൻ ഓഫ് ചൈന ആൻഡ് ഇന്ത്യ ആർ 120 and 100 crores എന്നും പറയാം. റെസ്പെക്റ്റീവ്ലി അവസാനം വരുന്ന രീതിയിലും യൂസ് ചെയ്യാം, ആദ്യം വരുന്ന രീതിയിലും യൂസ് ചെയ്യാം. ഇനി എപ്പോഴാണ് റെസ്പെക്റ്റീവ്ലി യൂസ് ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ യൂസേജ്? 1-to-1 കറസ്പോണ്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റെസ്പെക്റ്റീവ്ലി യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഫിഗർ 200 ആണെന്ന്, അല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് 120 അല്ലേ, 120 വയ്ക്കാം. ഇന്ത്യയുടെ ഫിഗർ 120 ഉണ്ട്,
ചൈനയുടെ ഫിഗർ അല്ല, ചൈനയുടെ ഫിഗർ 100, ഇന്ത്യയുടെ ഫിഗർ 100ഉം ചൈനയുടെ ഫിഗർ 120 ആണ് ഇപ്പോൾ ഈ സെൻറ്റൻസിൽ പറഞ്ഞേക്കുന്നത്. അത് നമ്മളെങ്ങനെ മനസ്സിലാക്കിയത്? നമുക്കിവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ റെസ്പെക്റ്റീവ്ലി ഇവിടെ വെച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ചൈനയുടെ ഫിഗർ 120 ആണോ 100 ആണോ, ഇന്ത്യയുടെ ഫിഗർ 120 ആണോ 100 ആണോ, നമുക്ക് കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റെസ്പെക്റ്റീവ്ലി വെക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലിയർ ആണ്, ചൈനയുടെ ഫിഗർ എന്ന് പറയുന്നത് ചൈന ഫസ്റ്റ് അല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത്, അപ്പോൾ ഫിഗറും അതിൻ്റെ ഫസ്റ്റ് ഫിഗർ ആയിരിക്കും. ഇന്ത്യ പറഞ്ഞേക്കുന്നത് സെക്കൻഡ് ആണ്, അപ്പോൾ ഫിഗറും അതിൻ്റെ സെക്കൻഡ് ഫിഗർ ആയിരിക്കും, ഓർഡറിൽ വരും. ആ ഓർഡറിൽ വരും എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്പെക്റ്റീവ്ലി എന്നുള്ളത് വെക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ, ഒരു കൺഫ്യൂഷനുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ നമ്മൾ റെസ്പെക്റ്റീവ്ലി യൂസ് ചെയ്യാവുള്ളൂ. ഇനി ഇപ്പം നമ്മളിങ്ങനെ എഴുതുകയാണ്, ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഈസ് 100 crore ആൻഡ് പോപ്പുലേഷൻ ഓഫ് ചൈന ഈസ് 120 crore റെസ്പെക്റ്റീവ്ലി എന്ന് എഴുതിയാൽ അത് തെറ്റാണ്. കാരണം ഇവിടെ ഒരു കൺഫ്യൂഷനും ഇല്ല നമുക്ക്. ഇന്ത്യയുടെ 100 crore ആണ്, ചൈനയുടെ 120 crore ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതരുത്. അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്പെക്റ്റീവ്ലിയുടെ യൂസേജ് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അർത്ഥം. സോ റെസ്പെക്റ്റീവ്ലി എഴുതുമ്പോൾ കൺഫ്യൂഷൻ അറൈസ് ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ് നമ്മളത് യൂസ് ചെയ്യുക, 1-to-1 കറസ്പോണ്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതുപോലെ റെസ്പെക്റ്റീവ്ലി പോലെ വേറൊരു യൂസേജ് ആണ് ഫോർമർ ലാറ്റർ. ദ പോപ്പുലേഷൻ ഇൻ ചൈന ഈസ് ഹയർ ദാൻ ദാറ്റ് ഇൻ ഇന്ത്യ. ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് പറയും. ആ സെൻറ്റൻസിൽ 2 ഐറ്റംസ് ഉണ്ടായിരിക്കും, ചൈനയും ഇന്ത്യയും. ഇപ്പോൾ ഈ കേസിൽ ആദ്യം പറയുന്നതിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർമർ യൂസ് ചെയ്യുക, രണ്ടാമത് പറയുന്നതിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാറ്റർ യൂസ് ചെയ്യുക. സോ ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഈസ് ഹയർ ദാൻ ചൈന, ദ ഫോർമർ അക്കൗണ്ട്സ് ഫോർ 120 crores. അതായത് ചൈനയുടെ 120 crore ആണ്, ആൻഡ് ലാറ്റർ അതായത് ഇന്ത്യയുടെ 100 crore ആണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി വേറെ ടൈപ്പ് സെൻറ്റൻസ് പാറ്റേൺ എന്ന് പറയുന്നത് വെന്നും വൈലും സ്റ്റാർട്ടിങ്ങിൽ വരുന്ന പോലെ. When the population in China was 120 crores in 2001, it was 100 crores in India. While the population in China was 120 crores in 2001, it was 100 crores in India. വെന്നും വൈലും വെരി സ്റ്റാർട്ടിങ്ങിൽ വരുന്ന പോലത്തെ സെൻറ്റൻസും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഇനി ഒരു കാര്യം കൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം, ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസേജ്. നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കും, പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഫ്രം 2001 to 2011. ഇതാണ് നമ്മുടെ ഫിഗർ. 2001 ഫിഗർ 100 crore ആണ്, 2011 ഫിഗർ 150 crore ആണ്. നമുക്കിത് 2 തരത്തിൽ കൊണ്ടുവരാം, ഐദർ ബിഫോർ യൂസ് ചെയ്തിട്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ ആഫ്റ്റർ യൂസ് ചെയ്തിട്ട് കൊണ്ടുവരാം. ബിഫോർ യൂസ് ചെയ്തിട്ട് കൊണ്ടുവരുമ്പോൾ ഈ ഇയറിൻ്റെ ഓർഡർ സെയിം ആയിട്ട് തന്നെ വെക്കും. അതായത് ഫസ്റ്റ് 2001 കാര്യം പറയും, പിന്നെ 2011 കാര്യം പറയുള്ളൂ. പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ റീച്ച്ഡ് 100 crore in 2001 before reaching 150 crore in 2011. Population of India reached 100 crore in 2001 before reaching 150 crore in 2011. ബിഫോർ ആണെങ്കിൽ. ആഫ്റ്റർ ആണെങ്കിൽ എന്ത് വരും? ഓർഡർ റിവേഴ്സ് ചെയ്യും. ഫസ്റ്റ് ഇത് വരണം, സെക്കൻഡേ ഇത് വരുള്ളൂ. സോ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ റീച്ച്ഡ് 150 crore in 2011 ആഫ്റ്റർ റീച്ചിങ് 100 crore in 2001. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻറ്റൻസ് സെൻസിബിൾ അല്ലാതാവും. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സെൻറ്റൻസ് കൺസ്ട്രക്ഷൻസ്. നിങ്ങൾക്ക് ടാസ്ക് 1 എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ചില ടിപ്സ് പറയാം. സ്ട്രക്ചർ നമ്മൾ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്യുക. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാര, പിന്നെ ഓവറോൾ, പിന്നെ 2 ബോഡി പാരഗ്രാഫ്. ഒപ്പീനിയനോ ഇൻഫറൻസസോ ഒന്നും തന്നെ വേറെ നമുക്ക് തന്നിട്ടില്ലാത്ത ഒരു കാര്യം അതിനകത്ത് വരരുത്. ഇൻക്ലൂഡ് എ വെറൈറ്റി ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്തത്. കമ്പാരിസൺസ് എവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ ചെയ്യാം. ടു മെനി ഫിഗേഴ്സ് എഴുതി വെക്കരുത്. എല്ലാത്തിനും വെറുതെ ഫിഗറും അതിൻ്റെ പേരും മാത്രം എല്ലാത്തിനും എഴുതി കോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്കോർ കിട്ടില്ല. കമ്പാരിസൺസിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓവറോൾ പാരയിൽ ഫിഗേഴ്സ് എഴുതരുത്. 20 മിനിറ്റ്സ് മാത്രം സ്പെൻഡ് ചെയ്യുക. അതേസമയം കൂടുതൽ എഴുതി പിടിപ്പിക്കുകയും ചെയ്യരുത്. കൂടുതൽ എഴുതി പിടിപ്പിച്ചാൽ എന്താണ് കുഴപ്പം? ഇപ്പോൾ എറേഴ്സ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ കൂടുതൽ എറേഴ്സ് വരും, അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്കോർ കുറയും. ഇനി എറേഴ്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ അത് എക്സാമിനർക്ക് വായിക്കാൻ മടിയായിരിക്കും ബേസിക്കലി. സോ അതും അത്ര നല്ലതല്ല ഒരുപാട് എഴുതി പിടിപ്പിക്കുന്നത്. 20 മിനിറ്റ്സിൽ തന്നെ ഒരുപാട് എഴുതി പിടിപ്പിക്കുന്നത് നല്ലതല്ലെന്ന്. ഒരു 150 പറഞ്ഞാൽ മാക്സിമം ഒരു 200 വരെയൊക്കെ പോയേക്കുക, അതിലും വിട്ട് പോകേണ്ട കാര്യമില്ല.
പ്രൂഫ് റീഡ് ചെയ്യാൻ മറക്കരുത്. അത് ടാസ്ക് 1 ആണെങ്കിലും ടാസ്ക് 2 ആണെങ്കിലും ഡെഫിനറ്റ് ആയിട്ടും പ്രൂഫ് റീഡ് ചെയ്യണം. കൺക്ലൂഷൻ പാരഗ്രാഫ് എഴുതേണ്ട കാര്യമില്ല, പകരമാണ് നമ്മുടെ ഓവറോൾ പാരഗ്രാഫ്. റിപ്പീറ്റ് വൊക്കാബുലറി ഉപയോഗിക്കാതിരിക്കുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിനോണിംസ് പഠിച്ചത്. ഓക്കെ, ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ടാസ്ക് 1 ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓരോ ടൈപ്പ്, ഇതിപ്പോൾ മാപ്പിൻ്റെ എക്സാമ്പിളാണ്, പ്രോസസ് ഡയഗ്രത്തിൻ്റെ എക്സാമ്പിൾ, പൈ ചാർട്ടിൻ്റെ എക്സാമ്പിൾ, ഇപ്പോൾ ബാർ ഗ്രാഫ്, ലൈൻ ഗ്രാഫ്, കോമ്പിനേഷൻസ്, ഇത് കോളം ചാർട്ട് ഞാൻ പറഞ്ഞു അല്ലേ, ബാർ ഗ്രാഫിൽ തന്നെ ഡിഫറെൻറ്റ് ഡിവിഷൻസ് വരുന്നത് കോളം ചാർട്ടാണത്. പിന്നെ ഇത് ഫ്യൂച്ചർ ഡിനോട്ടിങ് ഗ്രാഫ്സ്, ഇവിടെ ഇയർ നോക്കിയേ 2020 തൊട്ട് 2035, ഇപ്പോൾ 2023 ആണ്, അപ്പോൾ ഇവിടെ വരുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഫ്യൂച്ചർ പ്രൊജക്ഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ അതും നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നമുക്കിനി അടുത്ത വീഡിയോയിൽ ഓരോ ടൈപ്പ്, ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഓരോ ഫിഗറും എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് നമ്മൾ പറയും. അപ്പോൾ കുറേയും കൂടെ ക്ലിയർ ആവും, ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും വിത്ത് സാമ്പിൾ. അതിനുശേഷം ഡിസ്കസ് ചെയ്തതിന് ശേഷം ഞാൻ സാമ്പിൾ ആൻസേഴ്സ് കാണിച്ചു തരാം. സോ എവറിത്തിങ് വിൽ ബി പെർഫെക്റ്റ്ലി understandable for you. Okay, thank you. Then we will wind up with this. Thank you. Bye.